പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കുറച്ച് നേരം ഒന്ന് കണ്ടിരിക്കട്ടോ. ഞാനൊരു പ്രത്യേകമായൊരു കാര്യം പറയാൻ പോവാണ്. ഇന്ന് നമ്മുടെ നാട്ടിലും മറ്റ് നാടുകളിലുമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, എത്ര പേരുണ്ട് നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനാവശ്യമായിക്കൊണ്ട് വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിടുന്ന എത്ര പേരുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. 2023-24 കണക്കനുസരിച്ച് കേരളത്തിൽ മാത്രം 745 വൃദ്ധസദനങ്ങളാണുള്ളത്. 745. അതിൽ തന്നെ ഉമ്മമാർ മാത്രമായിട്ട് 9726 ഉമ്മമാരാണ്. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രക്കും മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്നത്? എനിക്ക് തോന്നുന്നു, മിക്കവാറും സ്വന്തം പ്രിയതമ വീട്ടിലേക്ക് കയറി വരുമ്പോഴേക്കും നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ നമ്മൾ പോലും മറന്നു പോകുന്നു എന്നത് ഒരു പ്രധാന കാരണമാണ്. വേറെയും കുറേ കാരണങ്ങളുണ്ടാകാം. അതുകൊണ്ട് നമ്മളെല്ലാവരും സ്വയം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ അവഗണിക്കാനുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകാൻ പാടില്ല. കാരണം അത്രക്കും നമ്മളെ പോറ്റി വളർത്തിയിട്ട് നമ്മൾ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിട്ടാണ് നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ. നമ്മളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ മരിക്കും വരെ നമുക്ക് പോറ്റി വളർത്തിക്കൂടെ? അതല്ലാതെ വേറെ എന്ത് ഭാഗ്യമാണ് നമുക്ക് കിട്ടുക? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിലും മഹ്ശറിലും പരിഗണിക്കാത്ത 3 വിഭാഗം പേര്. അതിലൊന്നാമതായിട്ട് എണ്ണിയത് ആരെന്നറിയോ? സ്വന്തം മാതാപിതാക്കളോട് ബന്ധം മുറിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ഒരു നിമിഷമെങ്കിലും ചിന്തിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക.